മലപ്പുറം ജില്ല അങ്ങ് മൊത്തമായി എടുത്തു അല്ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അതെ, ഈ അപ്രമാദിത്വം എത്രത്തോളം ഉണ്ടോ അത് അരക്കിട്ടുറപ്പിച്ചു എന്ന് പറയാം. ഈ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആ കണക്കുകളിലേക്ക് നോക്കണം. ജില്ലാ പഞ്ചായത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. ജില്ലാ പഞ്ചായത്തിൽ സമ്പൂർണ്ണ ആധിപത്യം, അത് വെറുതെ പറയില്ല, സമ്പൂജ്യരാക്കി LDF-നെ. 33 ഡിവിഷനുകൾ, 33 UDF. ഫലത്തിൽ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ല. ഇനി മുനിസിപ്പാലിറ്റികളിലേക്ക് വരുമ്പോൾ 12 മുനിസിപ്പാലിറ്റികൾ, അതിൽ പൊന്നാനി മാത്രമാണ് LDF-ന് നിലനിർത്താൻ മുനിസിപ്പാലിറ്റി. അത് ഈ പറഞ്ഞ അതുപോലെ പൊന്നാനിയാണ്. പൊന്നാനിക്ക് അപ്പുറത്തേക്ക് ഒരു വളർച്ച CPM കാണിക്കുന്നതില്ല, ഒരു ആധിപത്യം കാണിക്കുന്നതേയില്ല. ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ പ്രാവശ്യം 5 ഡിവിഷനുകൾ ഉണ്ടായിരുന്നതാണ്. അവിടെ നിന്നാണ് 0-ലേക്ക് വരുന്നത്. അതാണ് മുനിസിപ്പാലിറ്റികളിൽ നിലമ്പൂരും പെരിന്തൽമണ്ണയും കൂടി ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ. ഈ പെരിന്തൽമണ്ണ രൂപീകരിച്ച അന്ന് മുതൽ 30 വർഷമായി LDF മാത്രം ഭരിച്ചിട്ടുള്ളതാണ്. ആദ്യമായി UDF പെരിന്തൽമണ്ണ പിടിച്ചെടുക്കുന്നു. അതുപോലെ തന്നെ PV അൻവർ പോയ ശേഷം നിലമ്പൂരും നഷ്ടപ്പെടുകയാണ്. അതെ, അങ്ങനെയാണ് 3-ൽ നിന്ന് 1-ലേക്ക് മുനിസിപ്പാലിറ്റികൾ എത്തുന്നത്. 11 UDF തന്നെയാണ്. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരുമ്പോൾ ഒരു ബ്ലോക്ക് ഉണ്ട്, അതും സമനിലയായിരുന്നു. നറുക്കെടുപ്പിലൂടെ പൊന്നാനി ബ്ലോക്ക് കിട്ടുന്നു. ബാക്കി 14 UDF തന്നെയാണ് ബ്ലോക്ക്. അവിടെയും സമ്പൂർണ്ണ ആധിപത്യം. പഞ്ചായത്തിലേക്ക് വരുമ്പോൾ അതിലും വലുത കഥയാണ്. 94 പഞ്ചായത്തുകൾ, 90 UDF തന്നെയാണ്. ആകെ 3 പഞ്ചായത്തുകൾ, വെളിയങ്കോട്, നിറമരുതൂർ, വാഴയൂർ, ഈ 3 പഞ്ചായത്തുകളിൽ മാത്രമായി LDF ഒതുങ്ങി പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അതിലും എടുത്തു പറയേണ്ട ചില പഞ്ചായത്തുകളുണ്ട്. അതായത് EMS-ന്റെ നാടായ ഏലംകുളം, ആ പഞ്ചായത്ത് പോലും UDF പിടിച്ചെടുക്കുന്ന സാഹചര്യമാണ്. ഈ പുലാമന്തോൾ അങ്ങനെ തുടങ്ങി കുറെ നാളായി LDF-നൊപ്പം നിന്ന പഞ്ചായത്തുകൾ പോലും പിടിച്ചെടുത്തിരിക്കുകയാണ് ഇത്തവണ UDF. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ലീഗ് LDF-നെ നിലംബരിച്ചാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം. അതായത് ലീഗിന്റെയും അതുപോലെ തന്നെ UDF-ന്റെയും ഒരു വൻപിച്ച പ്രളയം, അങ്ങനെ ഒരു വലിയ ഒഴുക്കില് ഏതാണ്ട് ഒലിച്ചു പോയിരിക്കുകയാണ് സമ്പൂർണ്ണമായിട്ടും CPM ഇടതുപക്ഷവും മലപ്പുറം ജില്ലയിൽ. അങ്ങനെയാണെങ്കിൽ ഒരു ഫൈനൽ ടേക്ക് അവേ എന്താണ് ഇക്കാര്യത്തിൽ ശീതൾ? ഞാനത് ഇങ്ങനെ പുട്ട് ഫോർവേഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ ഒരു പരീക്ഷയ്ക്ക് ഇങ്ങനെ പഠിക്കാതെ പോയാൽ പോലും നല്ല മാർക്ക് കിട്ടുന്ന ഒരു കുട്ടി, അതെ, A+ കിട്ടുന്ന കുട്ടി, അത് ഹാർഡ് വർക്ക് ചെയ്തിട്ട് പോയാൽ എന്തായിരിക്കും ഫലം? ഏതാണ്ട് അതുപോലെയാണ് മലപ്പുറം ജില്ലയിൽ ഇത്തവണ കാണുന്നത്. അത് എത്രത്തോളം ആധിപത്യം ഉണ്ടായിരുന്നോ അത് സമ്പൂർണ്ണമാക്കി എടുത്തിരിക്കുകയാണ് ലീഗ്. അതൊരു നല്ല നിരീക്ഷണമായിരുന്നു ശീതൾ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളോട് ശീതൾ രാജ് വ്യക്തമാക്കിയിരിക്കുന്നത് നോക്കൂ, സമ്പൂർണ്ണ ആധിപത്യത്തിലേക്ക് ലീഗും UDF-ഉം മലപ്പുറം ജില്ലയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ എന്നാണ്. അങ്ങനെയാണെങ്കിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലെ 16 നിയോജക മണ്ഡലങ്ങളിലെ ജനവിധി എന്തായിരിക്കുമെന്ന് പ്രവചിക്കാൻ പോവുകയാണ് വോട്ട് ഓൺ അക്കൗണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മലപ്പുറം ജില്ലയിൽ ആകെയുള്ളത് 16 സീറ്റുകളാണെങ്കിൽ നോക്കൂ, UDF മുസ്ലിം ലീഗ് ഏകപക്ഷീയമായ മുന്നേറ്റം നടത്താൻ പോവുകയാണ്. മലപ്പുറം ജില്ലയിൽ 14 മുതൽ 15 സീറ്റുകൾ വരെ ഇതാ UDF നേടാൻ പോകുന്നു. ചെറിയ മുന്നേറ്റമല്ല. ആകെയുള്ള സീറ്റുകൾ 16 ആണ് എങ്കിൽ 14 മുതൽ 15 സീറ്റുകൾ വരെ നേടിക്കൊണ്ട് UDF ഏകപക്ഷീയമായി മുന്നേറ്റം നടത്താൻ പോവുകയാണ് 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിലവിൽ ഇടതുപക്ഷത്തിന് 4 സീറ്റുകളാണുള്ളത് എങ്കിൽ അവരിതാ കേവലം 1 സീറ്റിലേക്ക് അല്ലെങ്കിൽ 2 സീറ്റിലേക്ക് കൂപ്പുകുത്താൻ പോവുകയാണ്. ഇടതുപക്ഷത്തിന് ഒരു പ്രതീക്ഷയും ആ ജില്ലയിൽ വേണ്ട. ഏകപക്ഷീയമായിട്ട് UDF മുന്നേറ്റം നടത്താൻ പോവുകയാണ്. മുസ്ലിം ലീഗ് മുന്നേറ്റം നടത്താൻ പോവുകയാണ്. ആകെയുള്ള 16 സീറ്റുകളിൽ 14 അല്ലെങ്കിൽ 15 സീറ്റുകൾ പിടിച്ചടക്കിക്കൊണ്ട് 2026 ഏകപക്ഷീയമായി മുന്നേറ്റം UDF നടത്താൻ പോകുമ്പോൾ കേവലം 1 സീറ്റിലേക്ക് അല്ലെങ്കിൽ 2 സീറ്റിലേക്ക് കൂപ്പുകുത്താൻ പോവുകയാണ് LDF എന്ന കാര്യത്തിൽ വോട്ട് ഓൺ അക്കൗണ്ടിന് സംശയമില്ല. അതുപോലെ ഒരു പ്രതീക്ഷയും NDAക്ക് അവിടെ ആവശ്യമില്ല. 0 സീറ്റിൽ തന്നെ അവർ തുടരാൻ പോവുകയാണ്. ഒരു അക്കൗണ്ടും അവിടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നില്ല. മത്സരം നടക്കുന്നത് LDF-നും അതുപോലെ തന്നെ UDF-നും ഇടയിലാണ്. ആ മത്സരത്തിൽ തന്നെ UDF-ന്റെ സമ്പൂർണ്ണ ആധിപത്യമാണ് സംഭവിക്കാനിരിക്കുന്നത്. ആകെയുള്ള 16 സീറ്റുകളിൽ 14 സീറ്റ് അല്ലെങ്കിൽ 15 സീറ്റ് നേടിക്കൊണ്ട് ഇതാ ഏകപക്ഷീയമായി മുന്നേറാൻ പോവുകയാണ് UDF. LDF-ന് നിലവിൽ കയ്യിലുള്ള സീറ്റുകൾ നഷ്ടപ്പെടാൻ പോകുന്നു. അവർ കേവലം 1 സീറ്റിലേക്ക് അല്ലെങ്കിൽ 2 സീറ്റിലേക്ക് കൂപ്പുകുത്താൻ പോകുന്നു. ഇതാണ് ഫൈനൽ ടാലി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഫൈനൽ ടാലി അവതരിപ്പിച്ചുകൊണ്ട് ഈ വോട്ട് ഓൺ അക്കൗണ്ട് എപ്പിസോഡ്